തമിഴക വെട്രിക്കഴകം നേതാവ് വിജയിയുടെ ബൗൺസർമാർക്കെതിരെ പരാതിയുമായി യുവാവ് TVK സമ്മേളനത്തിനിടെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. റാമ്പിൽ നിന്ന് വലിച്ചെറിഞ്ഞെന്നാരോപിച്ച് പേരാമ്പല്ലൂർ സ്വദേശി ശരത് കുമാർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതിയും നൽകി. മുഹമ്മദ് റഹീസ വാർത്തയുടെ നിർമ്മിച്ചിരുന്നു. മുഹമ്മദ് റഹീസ, റാമ്പിൽ നിന്ന് വലിച്ചെറിഞ്ഞുവെന്ന് ആരോപണമല്ല, ദൃശ്യം കണ്ടവർക്കൊക്കെ മനസ്സിലായി. നമ്മൾ എന്തെല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടി വലിച്ച് താഴോട്ടിടുന്ന പോലെ ഒരു പാവം പിടിച്ചവനെ താഴോട്ട് വലിച്ചെറിഞ്ഞ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അത് വിജയ് കാണുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ റഹീസ്, എന്താണ് യുവാവിൻ്റെ പരാതി? എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണോ? ഹാഷ്മി, ഒന്നല്ല ഒരുപാട് പേരെ ഇത്തരത്തിൽ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് റാമ്പിലേക്ക് കയറി ഇവരെ വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. അത് വിജയ് റാമ്പിലൂടെ നടന്ന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ വിജയുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇത്തരത്തിൽ നിരവധി പ്രവർത്തകരെ ഈ ബൗൺസർമാർ വലിച്ചെറിയുന്നത്. ഇത്തരത്തിൽ TVKയുടെ ഓരോ പരിപാടികളിലും വലിയ തോതിലുള്ള ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. കാരണം പലതവണ മാധ്യമപ്രവർത്തകരെ, ഒരുപാട് തവണ ഇത്തരത്തിൽ ആരാധകരെ, ഇവരൊക്കെയും വിജയുടെ മുന്നിലേക്ക് ആരെടുത്തു വരുന്നു അവരെയൊക്കെയും പിടിച്ചു വലിച്ച് എറിയുന്ന ഒരു സമീപനമാണ് ഇത്തരത്തിൽ ആരാധകരുടെ ഭാഗത്ത് ഈ ബൗൺസർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നിലവിൽ പരാതിയുമായി വന്നിരിക്കുന്നത് പേരാമ്പല്ലൂർ സ്വദേശി ശരത് കുമാർ ആണ്. ഇദ്ദേഹം ആദ്യം ഒരു തവണ വിജയുടെ അടുത്തേക്ക് ഓടി വരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനെ തള്ളി മാറ്റുന്നു. അങ്ങനെ താഴെ വീഴാതെ ഈ റാമ്പിൽ പിടിച്ചു നിൽക്കുന്ന, ഒരു ഭാഗത്ത് പിടിച്ചു നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹത്തിനെ വലിച്ചെടുത്ത് വീണ്ടും പുറത്തേക്ക് എറിയുക എന്ന് തന്നെ പറയുന്ന തരത്തിലാണ് പുറത്തേക്ക് തള്ളി മാറ്റുന്നത്. ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൂക്കിയെടുത്ത് എറിയുക, പൊക്കിയെടുത്ത് താഴോട്ടിടുക എന്ന് പറഞ്ഞാൽ ഒരാൾ റാമ്പിൽ കയറുന്ന തടയാൻ പല മാർഗ്ഗങ്ങളുണ്ട്, അയാളെ ഇറക്കി വിടാനും പല മാർഗ്ഗങ്ങളുണ്ട്. ഇതെല്ലാവരോട് ചേർന്ന് തൂക്കിയെടുത്ത് താഴോട്ടിടുക എന്ന് പറയുന്നത് എന്തൊരു മനുഷ്യത്വ വിരുദ്ധമാണെന്ന് ദൃശ്യങ്ങൾ കണ്ടു. ഇതൊന്നുമല്ല, ഇതിനേക്കാൾ കൂടുതൽ ഭീകരമായ ദൃശ്യങ്ങൾ ആ ദിവസങ്ങൾ പുറത്തു വന്നതാണ്. അപ്പോൾ റഹീസ്, അതാണ് എന്ന് പറഞ്ഞാൽ റാമ്പിൽ ഒരാൾ കയറുന്ന തടയാൻ ബൗൺസർമാർക്ക് പറ്റും, കയറി ഒരാളെ ഇറക്കി വിടാനും ബൗൺസർമാർക്ക് പറ്റും. രണ്ടുപേർ ചേർന്ന് രണ്ട് കൈയിലും കാലിലും പിടിച്ച് തൂക്കി താഴോട്ടിടുക എന്ന് പറയുന്നത് എന്ത് പണിയാ റഹീസ്? വല്ലാത്ത മോശം പണി തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം വിജയ്, അദ്ദേഹത്തിന്റെ ആരാധകർ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി, പാർട്ടി പ്രവർത്തകർക്ക് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി മണിക്കൂറുകൾക്ക് മുമ്പ്, 10-17 മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ ചൂടത്ത്, ഈ പൊരി വെയിലത്ത് ഇത്തരത്തിൽ വന്ന് കാത്തു നിൽക്കുന്നത്. അപ്പോൾ TVK വിജയ് ഓരോ സമ്മേളനത്തിലും പറയുന്നത്, നിങ്ങളാണ് എന്റെ പടയാളികൾ, നിങ്ങളിലൂടെയാണ് ഞാൻ തമിഴ്നാട്ടിൽ അധികാരത്തിലെത്താൻ പോകുന്നത്, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ഞാൻ ഉള്ളതെന്ന് ആവർത്തിച്ച് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ കൺമുന്നിലാണ് ഇത്രയും ആരാധകർ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പിടിച്ചു വലിച്ച് താഴേക്ക് വലിച്ചെറിയുന്ന രംഗങ്ങളൊക്കെയും പുറത്തു വരുന്നത്. അദ്ദേഹത്തിന്റെ കൺമുന്നിൽ, അദ്ദേഹത്തിന്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത്. പക്ഷേ അതിലൊന്നും വിജയ് അത്തരത്തിൽ ഇടപെടാത്തതിലും വലിയ രാഷ്ട്രീയ വിമർശനം ആ സമയത്ത് ഉയർന്നു വന്നിരുന്നു. പക്ഷെ ആരും തന്നെ പരാതി നൽകിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ പേരാമ്പല്ലൂർ സ്വദേശി ശരത് കുമാർ പരാതിയുമായി എത്തിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് നെഞ്ചിടിച്ചാണ് അദ്ദേഹം താഴേക്ക് വീഴുന്നത്. ഇത്രയും ദിവസം അദ്ദേഹം പല ദിവസങ്ങളിൽ ഇതിനകം ആശുപത്രിയിൽ പോവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അമ്മയൊക്കെ വിജയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഇന്നലെ രംഗത്തെത്തി. പക്ഷെ അപ്പോഴും അദ്ദേഹം മൗനം പാലിക്കുകയായിരുന്നു, ഒന്നും മിണ്ടിയിട്ടില്ല. അത് വിജയോടുള്ള സ്നേഹം കൊണ്ടും ഒക്കെയാണ് അദ്ദേഹം മിണ്ടാതിരുന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹം ഒരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. അദ്ദേഹം ജില്ലാ പോലീസ് മേധാവിക്ക് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല പാർട്ടിയിലും പരാതി നൽകുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുമുണ്ട്. കാരണം ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. അങ്ങനെ ആ റാംബാക്കിലേക്ക് വരുമ്പോൾ അനേകം പേരെ ഇത്തരത്തിൽ എടുത്ത് പല ഭാഗത്തേക്കും ബൗൺസർമാർ എറിയുകയാണ്. അങ്ങനെ ഈ സമ്മേളനത്തോടനുബന്ധിച്ച് തന്നെ മാധ്യമ പ്രവർത്തകരിൽ പലരെയും അദ്ദേഹത്തോട് കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. വിജയ് എവിടെ വന്നു നിൽക്കുന്നു അതിന് ചുറ്റുമുള്ള ഒരു വലിയ ഏരിയയിലേക്ക് ഒരു മനുഷ്യനെ പോലും കടത്തി വിടാത്ത തരത്തിലാണ് ഇവർ ഈ സുരക്ഷയൊക്കെയും ഒരുക്കുന്നത്. പല വലിയ രാഷ്ട്രീയ നേതാവാണ്, അല്ലാതെ വിജയ് രാജാവാകാൻ പഠിക്കുകയല്ല, രാജാവാകാൻ ശ്രമിക്കുകയുമല്ല. രാഷ്ട്രീയ നേതാവാണെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നിൽക്കാനാണ്. ഈ പറയുന്ന ഇപ്പം താരമാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഒരു വലിയ ബഫർ സോൺ ഉണ്ടാക്കുക, ആ ബഫർ സോണിനകത്ത് വരുന്ന മനുഷ്യന്മാരെയൊക്കെ ഇതുപോലെ തൂക്കി എറിയുക എന്നൊക്കെ പറയുന്നത് അത് വിജയ്ക്ക് തന്നെ തിരിച്ചടിയാകും. ഈ ബൗൺസർമാരെ കൂടെ കൊണ്ട് നടക്കുന്നത് നല്ലതാണോ മോശമാണോ എന്ന് വിജയ് തന്നെ ആലോചിക്കട്ടെ.